പുതിയൊരു സ്വാഗതം. BSF നിന്നും ഒരു 4 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ജൂലൈ 1 വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് ബി ആൻഡ് സി പോസ്റ്റിലേക്കാണ്. SI വെഹിക്കിൾ മെക്കാനിക് 3 വേക്കൻസി, ലെവൽ 6 പേ സ്കെയിലാണ്. ഗ്രൂപ്പ് സിയിലെ കോൺസ്റ്റബിൾ തസ്തികയാണ്. കോൺസ്റ്റബിൾ ഫിറ്റർ, കാർപ്പന്റർ, ഓട്ടോ ഇലക്ട്രിക്കൽ, അതുപോലെ വെഹിക്കിൾ മെക്കാനിക്, അപ്ഹോൾസ്റ്റർ തുടങ്ങിയ വേക്കൻസിയുടെ 34 വേക്കൻസിയാണ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ളത്. SIയിലേക്ക് 3 വേക്കൻസി. SIയിലേക്ക് ലെവൽ 6 പേ സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. 37,400 മുതൽ 1,12,400 ബേസിസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റിലേക്ക് അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ലെവൽ 3 പേ സ്കെയിലാണ്. 21,700 മുതൽ 69,100 ബേസിസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. 1 ജൂൺ മുതൽ ഇതിന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നതാണ്. 1 ജൂലൈ വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് 3 വർഷത്തെ ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റബിൾ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ്സും ITI സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. SIയിലേക്ക് 30 വയസ്സ് വരെയും കോൺസ്റ്റബിളിലേക്ക് 25 വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ 3 വർഷത്തെ OBCക്കും 5 വർഷത്തെ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത പോസ്റ്റ് SI സ്റ്റാഫ് നേഴ്സ് ആണ്. 14 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലെവൽ 6 പേ സ്കെയിലാണ്. ഗ്രൂപ്പ് സിയിലേക്ക് ASI ലാബ് ടെക്നീഷ്യൻ ഉണ്ട്, 38 വേക്കൻസി. ASI ഫിസിയോ തെറാപ്പിസ്റ്റ് ഉണ്ട്, 47 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 85 വേക്കൻസിയാണ് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കുള്ളത്. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാഫ് നേഴ്സിന് +2 അടിസ്ഥാന ക്വാളിഫിക്കേഷൻ, ഇതുകൂടാതെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ജനറൽ നഴ്സിംഗിൽ. ASI ലാബ് ടെക്നീഷ്യനിലേക്ക് +2 സയൻസും ഡിപ്ലോമയാണ് ചോദിക്കുന്നത്. ASI ഫിസിയോ തെറാപ്പിസ്റ്റിലേക്ക് +2 സയൻസും അതുപോലെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെയാണ് SIയിലേക്ക്. ASIയിലേക്ക് 25 വയസ്സ് വരെയും ASI ഫിസിയോ തെറാപ്പിസ്റ്റിലേക്ക് 20 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഫിസിക്കലും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഫിസിക്കൽ പറഞ്ഞിരിക്കുന്നത് 1.6 കിലോമീറ്റർ ആണ്. 1.6 കിലോമീറ്റർ റണ്ണാണ്, 7 മിനിറ്റ് ആണ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത പോസ്റ്റ് ഇൻസ്പെക്ടർ ലൈബ്രറിയനാണ്. 2 വേക്കൻസിയാണ്. 44,900 മുതൽ 1,42,400 വരെ ബേസിസ് സാലറി ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ലൈബ്രറി സയൻസിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ പോസ്റ്റിലെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് 165 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. ഇനി ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, നമുക്ക് അതുകൂടെ നോക്കാം. അടുത്ത പോസ്റ്റ് വെറ്ററിനറി സ്റ്റാഫാണ്. ഹെഡ് കോൺസ്റ്റബിൾ വെറ്ററിനറി സ്റ്റാഫും കോൺസ്റ്റബിൾ കെനൽമാനുമാണ് വിളിച്ചിരിക്കുന്നത്. ഹെഡ് കോൺസ്റ്റബിളിലേക്ക് 4 വേക്കൻസിയും കോൺസ്റ്റബിളിലേക്ക് 2 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് HSCയിലേക്ക് ഹെഡ് കോൺസ്റ്റബിളിലേക്ക് +2 ഉണ്ടായിരിക്കുക. അതുപോലെ 1 വർഷത്തെ കോഴ്സ് ചെയ്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കോൺസ്റ്റബിളിലേക്ക് 10ാം ക്ലാസ്സും 2 വർഷത്തെ എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത്. 25 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ജൂലൈ 1 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 165 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 150 സെന്റിമീറ്ററുമാണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപേക്ഷിക്കുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ് അതുപോലെ കേരള PSC ഗവൺമെന്റ് ജോലി നോക്കുന്ന കൂട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ ദിസ് വീഡിയോ. അന്ത്യമാതരം.